ആമ്പല്ലൂർ അളഗപ്പ നഗറിൽ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കാടുകയറി കിടക്കുന്നത് പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നു. പ്രദേശം ഇഴജന്തുക്കളുടെ താവളമായി മാറിയെന്ന് പരാതി. ആമ്പല്ലൂർ അളഗപ്പ നഗറിൽ ത്യാഗരാജാർ പോളിടെക്നിക്കിന് മുൻവശത്ത് പ്രധാന പാതയിലാണ് അര ഏക്കറോളം സ്ഥലം കാടുകയറി കിടക്കുന്നത്. NTCയുടെ അധീനതയിലുള്ള ഈ സ്ഥലത്ത് നേരത്തെ മനോഹരമായ ഒരു പാർക്ക് സജ്ജമാക്കിയിരുന്നു. കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങളും വയോധികർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും വൈദ്യുതി വിളക്കുകളുമൊക്കെ ഉണ്ടായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ കാഴ്ചയിൽ തന്നെ ഭീതി വിതയ്ക്കുന്ന രീതിയിലാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന ജനവാസ മേഖല കൂടിയായ വില്ലേജ് കോർട്ട് റോഡിലൂടെ സഞ്ചരിക്കുന്നവർ ഇഴജന്തുക്കളെ ഭയന്ന് ഭീതിയോടെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വിഷപ്പാമ്പുകളുടെയും മരപ്പട്ടി, മുള്ളൻപന്നി, ഉടുമ്പ് എന്നിവയുടെയും സാന്നിധ്യം ഈ വഴി സഞ്ചരിക്കുന്നവർക്ക് ഭീഷണിയാണ്. ആമ്പല്ലൂർ ടൗൺ സഹകരണ സംഘം, KSEB ഓഫീസ്, CPI പാർട്ടി ഓഫീസ്, പബ്ലിക് ലൈബ്രറി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്താണ്. ഇവിടങ്ങളിലേക്ക് എത്തുന്ന ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരു പൊതുശല്യമായി മാറിക്കഴിഞ്ഞു ഈ പ്രദേശം. സ്ഥലം വൃത്തിയാക്കി സംരക്ഷിക്കാൻ തയ്യാറായി ആമ്പല്ലൂർ ടൗൺ സഹകരണ സംഘം അധികൃതർ മുന്നോട്ട് വന്നെങ്കിലും NTC മാനേജ്മെന്റ് അനുവാദം നൽകിയില്ല. ഇത് അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ എൻ്റെ പുറകിൽ കാണുന്നത് അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ ഇതിലുള്ള ഭൂമിയാണ്. അതിങ്ങനെ കാട് പിടിച്ചിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വല്ലാണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിൽ മറ്റേ മദ്യപാനം അങ്ങനത്തെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇതുകളൊക്കെ കാണാനുണ്ട്. ഒപ്പം അതുകൂടാതെ ക്ഷുദ്രജീവികളുടെ പാമ്പ്, മരപ്പെട്ടി, ഉടുമ്പ്, മുള്ളംപന്നി ഇങ്ങനത്തെ ഒക്കെ സ്ഥിരം ഈ ഭാഗത്ത് കാണുന്നു. ഞങ്ങളെ കൂടാതെ ഈ ഭാഗത്ത് ഒരുപാട് താമസക്കാരും ഉള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഈ കാട് പിടിച്ച് നടക്കുന്നതുകൊണ്ടുണ്ട്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് വെട്ടിത്തെളിച്ച് അത് ക്ലിയറാക്കാനും അത് സാധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ, അത് മുൻപൊരു പാർക്കായിരുന്നു, അത് ചിൽഡ്രൻസിൻ്റെ പാർക്കായിരുന്നു. അപ്പോൾ ആ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അതൊരു കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പാർക്കാക്കിയും ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു പരാതിയൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിക്ക്, അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീട്ടുകാരും ഞങ്ങളൊക്കെ കൂടി ഒപ്പിട്ടിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അതിൻ്റെ നടപടികളായി വരുന്നേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് വന്നിരുന്നു, ഞങ്ങളുടെ പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരുന്നു. എന്താ ആക്ഷൻ ഉണ്ടായെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് അങ്ങനെയുള്ളൊരു നടപടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഉണ്ട്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതായി പരിസരവാസികൾ പറയുന്നു. നേരത്തെ അളഗപ്പ പോളിടെക്നിക്കിലെ NSS വിദ്യാർത്ഥികൾ പ്രദേശം വൃത്തിയാക്കി സംരക്ഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ NTC അധികൃതർ താഴിട്ട് പൂട്ടിയതോടെയാണ് പാർക്കിന്റെ പ്രവർത്തനം നിശ്ചലമായത്. പുസ്തകം എടുക്കാനായിട്ട് സ്കൂളിലത്തെ നമ്മുടെ അളഗപ്പനഗർ സ്കൂളിലത്തെ ഹൈസ്കൂളിലത്തെ കുറേ പിള്ളേർ ഈ വഴിക്ക് പോകുന്നതും പുസ്തകം എടുക്കാൻ കൊച്ചു പിള്ളേരും വരുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത്. ഈ വഴി കൂടെ പോകാൻ തന്നെ പറ്റുന്നില്ല. പാമ്പും മറ്റുള്ള ശല്യങ്ങളും എല്ലാം കൂടി വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വെട്ടി തെളിയിക്കാനായിട്ട് അടുത്ത ഒരു സ്ഥാപനമായ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ തയ്യാറാണ്. പക്ഷേ കമ്പനി അളഗപ്പ മില്ല് ഇതുവരെ അതിനൊരു സാങ്ഷൻ കൊടുക്കാനോ വെട്ടി തെളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ തന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്യണം അവർ. അപ്പോൾ ഇതിനൊരു നടപടി എന്തായാലും വേണം. ഒന്നില്ലെങ്കിൽ നാട്ടുകാർ വെട്ടിവെടുപ്പാക്കാനായിട്ട് അവർ അനുവാദം തരണം. ഞങ്ങൾ വേറെ ഒന്നും ചെയ്യണില്ല, ഈ കാട് മുഴുവൻ വെട്ടിവെടുപ്പാക്കണം. അങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളത് ചെയ്യാവുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം. അതിന് പോലീസ് അല്ലെങ്കിൽ പഞ്ചായത്തായിട്ട് ഇടപെട്ട് അതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം. അപ്പോൾ പഞ്ചായത്ത് ഇതിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 5 വർഷത്തിലേറെയായി പ്രദേശം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ്. NTCയുടെ സ്ഥലത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും ഇത്തരത്തിൽ കാട് കയറി കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് പാമ്പിൻ്റെ ശല്യം, ഉടുമ്പ്, മരപ്പട്ടി, ഇതൊക്കെയാണ് ഏത് നേരം ഇവിടെ സഞ്ചാരം. ഇത് വെറുതെ പറയണതല്ല, ഉള്ള കാര്യം പറയുന്നത്. എത്രയും വേഗം വൃത്തിയാക്കാനൊരു നടപടി ഇവിടെ പഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കി തന്നാൽ നല്ലതാണ്. ജനങ്ങൾക്കും എനിക്കും നല്ലതാണ്. വിഷപ്പാമ്പുകളുടെ താവളമായി കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ അത് സ്വകാര്യ വ്യക്തികളുടേതാണെങ്കിൽ കൂടി
തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി പ്രധാന പാതയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇഴജന്തുക്കൾക്ക് താവളമാകാൻ സാധ്യതയുള്ള കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ അത് സ്വകാര്യ വ്യക്തികളുടേതാണെങ്കിൽ കൂടി അത് വൃത്തിയാക്കിയിടാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്ന് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ അവസരത്തിലാണ് ആമ്പല്ലൂർ അളഗപ്പ ജംഗ്ഷന് സമീപത്തുള്ള നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം കാട് പിടിച്ച് ഭീതിതമായ രീതിയിൽ കിടക്കുന്നത്. ജനവാസ മേഖലയോട് ചേർന്നാണ്. തൊട്ടപ്പുറത്ത് പ്രധാന പാതയാണ് ആമ്പല്ലൂർ അളഗപ്പ പാത. ആ പാതയോട് ചേർന്നാണ് ഈ പ്രദേശം കാട് പിടിച്ച് കിടക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഇടങ്ങളും ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യമാണ് ഇവിടെ എത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹൈക്കോടതി ഉത്തരവിൻ്റെ കൂടി പിൻബലത്തിൽ ഇത് വൃത്തിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.